ലോകം ഇന്ന് ക്യാൻസർ രോഗികൾക്കായി മാറ്റിവെച്ച ദിവസമാണ് ഫെബ്രുവരി 4. ക്യാൻസർ രോഗികളുടെ ദിനമാണ്. ക്യാൻസർ കോശങ്ങൾ എല്ലാവരിലും ഉണ്ട്. എല്ലാവരിലും ക്യാൻസർ കോശങ്ങൾ സജീവമായി ഇല്ലെങ്കിലും ക്യാൻസറായി മാറാൻ സാധ്യതയുള്ള മ്യൂട്ടേറ്റഡ് കോശങ്ങൾ എല്ലാവരുടെയും ശരീരത്തിൽ എപ്പോൾ വേണമെങ്കിലും രൂപപ്പെടാം എന്നതാണ് ശാസ്ത്രീയം. ആരോഗ്യമുള്ള ഒരു മനുഷ്യ ശരീരത്തിൽ ക്യാൻസർ കോശങ്ങളുടെ ശതമാനം ഫലത്തിൽ 0 അറിയാം. ക്യാൻസർ ഏത് പ്രായത്തിലും വരാമെങ്കിലും പ്രായം കൂടുന്തോറും, പ്രത്യേകിച്ച് 50 വയസ്സിനും 60 വയസ്സിനും മുകളിലുള്ളവരാണ് ക്യാൻസർ കോശങ്ങൾ വളരാനുള്ള സാധ്യത കൂടുതൽ എന്നാണ് പറയുന്നത്. എങ്കിൽ തന്നെയും കുഞ്ഞു കുട്ടികൾ മുതൽ മുകളിലേക്കും ക്യാൻസർ വരാം. ഇന്നത്തെ ആഹാര രീതിയും ജീവിത ശൈലിയും അതിനൊരു കാരണമാണ്. മറിവുകളെല്ലാം ക്യാൻസർ ആണോ? ചില തെറ്റിദ്ധാരണ പലരിലും പരത്തുന്നുണ്ട്. ചർമ്മത്തിന് പുറത്ത് പ്രത്യക്ഷപ്പെടുന്ന മറിവുകൾ ചിലപ്പോൾ മെലനോമ എന്ന ചർമാർബുദത്തിന്റെ ഭാഗമാണ്. ഈ മറുകിനെ പറയുന്നത് മെലനോമ എന്നാണ്. മെലനോമ ചർമ്മത്തിലെ DNA തകരാറാണ് അർബുദകാരികളായ മറുകിന് കാരണമാകുന്നത്. തുടക്കത്തിൽ ഈ മറുക് സാധാരണ മറുക് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ ജനിതകപരമായ ചില മാറ്റങ്ങൾ മൂലം ഇവ വേഗത്തിൽ വളരാൻ ആരംഭിക്കുകയും അപകടകാരികളാവുകയും ചെയ്യുന്നു. ഈ അർബുദ മറുകുകൾ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാം. എന്നാലും പൊതുവെ പറയുകയാണെങ്കിൽ സ്ത്രീകളിൽ കാലുകളിലും പുരുഷന്മാരിൽ കഴുത്തിനും അരക്കെട്ടിനും ഇടയിലുള്ള ഭാഗത്തുമാണ് മെലനോമ വരാറുള്ളത്. അർബുദ മറുകളെ നമുക്ക് മനസ്സിലാക്കാനൊരു വഴിയുണ്ട്. ഈ മറുകളുടെ നടുവിലൂടെ ഒരു വര വരച്ചാൽ വരയുടെ 2 വശവും 2 വിധത്തിലായിരിക്കും. 2 ഭാഗങ്ങൾക്കും സമാനതകൾ ഉണ്ടാകില്ല. പിന്നെ അതിരുകൾ കയറിയും ഇറങ്ങിയും ഇരിക്കും. പലതരം നിറത്തിലാവും. മറ്റു മറുകളേക്കാൾ ഇരുണ്ടതാവും. നിറത്തിലും രൂപത്തിലും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വിശദമായി ലോങ് വീഡിയോയിൽ തരാം. ഓക്കെ, താങ്ക് യു.